ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു ടോപ്പ് 5 ബ്രൗൺ ലിപ്സ്റ്റിക്സ് ഇട്ടിരുന്നു. അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സാധാരണ എനിക്ക് കിട്ടുന്ന വ്യൂസിനെക്കാട്ടി കുറച്ച് കൂടുതൽ വ്യൂസ് ആ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ 7 ഫേവറേറ്റ് പിങ്ക് ലിപ്സ്റ്റിക്സ് ആണ്. 7 ആക്കാൻ കാരണം 5 ചൂസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ 5ൽ ഒതുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് 7 കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ 2 ലിപ് ലൈനേഴ്സ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പിങ്ക് ഷെയ്ഡിലുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിപ് ലൈനേഴ്സിനും ഒരു സജഷൻ ആണ് ഈ വീഡിയോ, അതേപോലെ ലിപ്സ്റ്റിക്സിനും സജഷൻ ഉണ്ട് ഈ വീഡിയോയിൽ. ഫസ്റ്റ് ലിപ് ലൈനർ നൈക്കയുടെ ലിപ്സ് ഡോണ്ട് ലൈ ലിപ് ലൈനർ ഇൻ ദ ഷെയ്ഡ് 07 ഹാർട്ട് ബ്രേക്കർ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേർപ്പിൾ ബേസ്ഡ് പിങ്ക് ആണ്. ഇതൊരു ലിപ്സ്റ്റിക് ആയിട്ടും ഞാൻ ഇടയ്ക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഈ ഷെയ്ഡ്. നല്ല ഹൈലി പിഗ്മെന്റഡ് ആണ്. അടുത്തത് മാക് കോസ്മെറ്റിക്സിന്റെ ലിപ് ലൈനർ ആണ്. സോർ എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര്. ഈ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ചാണ്, പക്ഷെ ഞാൻ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തൊരു ലിപ് ലൈനർ ആണ്. ബ്രൗൺ ചേർന്ന ഒരു പിങ്ക് ഷെയ്ഡ് ആണിത്. അതുകൊണ്ട് ഡെയിലി വെയറിന് പറ്റിയൊരു ലിപ് ലൈനർ ആണ്. ലിപ്സ്റ്റിക് ആയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ പിഗ്മെന്റഡ് ആണ്. റെവ്ലോൺ സൂപ്പർ ലസ്ട്രസ് ക്രീം ലിപ്സ്റ്റിക് സാസി മോവ് ഒരു മോവിഷ് പിങ്ക് ഷെയ്ഡ് ആണ്. ഇതിന്റെ അകത്ത് കുറച്ച് കൂടുതൽ ബ്ലൂ ടോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോണിനാണ് ഇത് കൂടുതൽ യോജിക്കുന്നത്. പക്ഷെ അടിപൊളിയായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ നല്ല ഹൈഡ്രേറ്റിംഗ് ഫോർമുലയാണ്. സെഫോറ കെയർ റൂഷ് റേഞ്ചിൽ വരുന്ന റേഡിയൻ ഡേസി എന്ന് പറയുന്നത് മാക്കിന്റെ ട്വിഗ് പോലത്തെ ഒരു ന്യൂഡ് പിങ്ക് ലിപ്സ്റ്റിക് ആണ്. മാക്കിന്റെ ട്വിഗിന് ഒരു ട്യൂബ് ആയിട്ട് വേണമെങ്കിലും ഇത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ക്രീമി ആൻഡ് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണിത്. മാക്കിന്റെ സാറ്റിൻ ലിപ്സ്റ്റിക് അമോറസ് ആണ് എന്റെ നെക്സ്റ്റ് ഷെയ്ഡ്. ഇതൊരു പ്ലം ഷെയ്ഡ് ആണ്. പക്ഷെ പിങ്കിന്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. നല്ല ക്രീമിയാണ്, ഹൈലി പിഗ്മെന്റഡ് ആണ്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മീഡിയം ടു ഡെസ്കി സ്കിൻ ടോണിന് പറ്റിയ ഒരു പിങ്ക് ഷെയ്ഡ് ആണ്. ഞാൻ ഈ കാണിക്കുന്ന ലിപ്സ്റ്റിക് ഒന്നും തന്നെ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. അടുത്തത് കെ ബ്യൂട്ടിയുടെ മാറ്റിനി ഡ്രാമ ലിപ്സ്റ്റിക് ആണ് ഇൻ ദ ഷെയ്ഡ് ഫ്ലാഷ് ബാക്ക്. ഇത് പക്ക ന്യൂഡ് പിങ്ക് ആണ്. ഒരു ഗ്രേ ടോൺ ഉള്ള പിങ്ക് ഷെയ്ഡ് ആണിത്. ഇതെനിക്ക് പക്ഷെ നമ്മൾ മേക്കപ്പ് ഒന്നും ഇടാതെ ഇത് ഇടുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡുമാണ്. ലാക്മി ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കിൽ വരുന്ന ന്യൂ ഡ്രീം എന്ന് പറയുന്ന ഈ ഷെയ്ഡ് വളരെ ഫേമസ് ആണ്. ഏത് ഇന്ത്യൻ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡ് ആണിത്. ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് പർച്ചേസ് ചെയ്യുന്നത്. എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. പക്ഷെ ഇതിന്റെ ആപ്ലിക്കേറ്റർ അത്ര പോരാ. പക്ഷെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു ന്യൂഡ് പിങ്ക് ആണിത്. അടുത്തതായിട്ട് മേബ്ലിൻ അൾട്ടിമേറ്റ് സ്ലിം ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് മോർ മോവ്. ഇതൊരു ബ്ലൂയിഷ് പിങ്ക് ആണ്. ഇത് ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോണിനാണ് കൂടുതൽ ചേരുന്നത്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, ക്രീമിയാണ്, ഹൈലി പിഗ്മെന്റഡ് ആണ്, അത്യാവശ്യം ട്രാൻസ്ഫർ പ്രൂഫും ആണ്. അടുത്ത ലിപ്സ്റ്റിക് വന്നിട്ട് റെവലോണിന്റെ ഒരു ലിപ് ക്രയോൺ ആണ്. ഈ ഒരു ഷെയ്ഡിന്റെ പേര് സ്കൈ ഹൈ എന്നാണ്. ഇത് ഇന്ത്യയിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നല്ല പേർപ്പിൾ ടോൺ ഉള്ള ഒരു പിങ്ക് ഷെയ്ഡ് ആണ്. ഡീപ്പർ സ്കിൻ ടോൺ ഉള്ളവർക്കും ഇത് ചേരുന്ന ഒരു ഷെയ്ഡ് ആണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, ഹൈലി പിഗ്മെന്റഡ് ആണ്, ഒട്ടും തന്നെ ഡ്രൈയിങ് അല്ല, അതേപോലെ ട്രാൻസ്ഫർ പ്രൂഫും ആണ്. അപ്പൊ ഇത്രയാണ് എന്റെ ടോപ്പ് 7 പിങ്ക് ലിപ്സ്റ്റിക്സ്. നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.